ഇല്ലില്ല. ഞാൻ അതൊക്കെ പറഞ്ഞോളാം. ഞാൻ കംപ്ലീറ്റ് റെക്കോർഡ് ചെയ്തു. എന്നെ വിളിച്ചതും പറഞ്ഞ എല്ലാ റെക്കോർഡ് സംസാരിക്കണത് ഒരു അച്ഛനല്ലേ ഒരു എന്നെ വിളിച്ച് തെറി പറഞ്ഞ ആളോട് ഞാനിപ്പോ ഇങ്ങനെയാണോ സ്റ്റേഷനിൽ വെച്ച് കാണാം. നമുക്ക് താങ്കൾ എനിക്ക് കാണണമല്ലോ, താങ്കൾ എനിക്ക് കാണണമല്ലോ. അതുകൊണ്ടാണ് എന്റെ തല കണ്ടിച്ച് കളയൊന്നുമില്ല. കുർബാന കുറിച്ച് പുറത്തേക്ക് കാണുന്നത് എന്നാ കുഴപ്പം? ഒരിക്കലും കുന്തം ചെയ്യല്ലോ. താങ്കൾ എനിക്ക് എന്നെ താങ്കൾ കേസ് കൊടുത്ത തല കണ്ടിച്ചു കളയോ? എന്റെ പേര് ജോജി. താങ്കൾ പ്രസംഗം പറയാൻ കൊതോറ വലിയ എന്റെ വീട്ടുപേരൊക്കെ താങ്കൾ മനസ്സിലാക്കിക്കോളും. എന്റെ പേര് താങ്കൾക്ക് പേരും അഡ്രസ്സും കിട്ടിയല്ലേ? പിന്നെ താങ്കളുടെ അഡ്രസ് എന്നാ? എന്റെ വീട്ടുപേരും അഡ്രസ്സൊക്കെ വന്നോളും. തനിക്ക് പേരും അഡ്രസ്സൊക്കെ വന്നോളൂ. നമുക്ക് മനസ്സിലായോ? താങ്കൾ കൊടുത്തോന്നേ. എന്റെ ഇങ്ങോട്ട് വിളിച്ച് താങ്കൾ കൊടുത്തോന്നേ. താങ്കളുടെ അച്ഛനല്ലേ? എടോ താങ്കളുടെ അച്ഛനല്ലേ? അച്ഛന്മാര് വർത്താനം പറയണത്. ഞാനൊക്കെ താൻ എന്നാ കോപ്പാ താൻ എനിക്കൊരു കുന്തം താൻ വേറെ വല്ല കാര്യം താനേ അരമന കയറിയുന്ന അല്ല മറ്റേ പീഠത്തെ കയറുന്ന കുർബാനയിൽ അച്ഛനെ പിടിച്ച് പുറത്താക്കി പറയണത്. പിന്നെ എനിക്കിട്ട് താനോട് ചുക്കും താനേ അവര് പറയും ഒരു കുന്തം താൻ ചെയ്യാലോ. താൻ എന്റെ പേരും താൻ പോലീസിനെ കൊടുക്കാൻ നേരം എന്റെ പേര് വന്നോളും. താൻ പോലീസിൽ വന്നോളൂ. അതൊക്കെ വന്നോളൂ. അതൊക്കെ വന്നോളൂ. അന്നേരം വരുള്ളൂ. താനിപ്പോ താൻ കൊടുക്കോ കേട്ടോ? എനിക്ക് ധൈര്യം ഇല്ലടോ. തന്റെ അത്രയും ധൈര്യം എനിക്ക് ഇല്ലടോ. എനിക്ക് എന്റെ ഇറങ്ങി പോകണ്ട. ചേട്ടൻ വെച്ചിട്ട് പോ. ഒരു കാര്യമില്ല. ഒരു വെറുതെ വളാച്ച് പറയാനായിട്ട് താനൊരു ഉടുപ്പിട്ട് ഒരു അൽമാനോട് വർത്താനം തനിക്ക് ഈ വെള്ളം ഉടുപ്പോടോ വേറെ വല്ല പണിക്കോടോ എടോ ചെരക്കാൻ പോടോ അഭിമാനോട്ടോ ഒരു വേലെടുത്ത് ശരീരം വിയർക്കട്ടോ. ശരീരം വിയർക്കുമ്പോഴത്തേക്ക് അതിനാണ് പറഞ്ഞു മനസ്സിലായില്ലേ? എടോ വല്ല ചെരക്കാനും പോടോ വല്ല മാറിയേക്ക കാണയില്ലാത്ത എന്നെ പോലുള്ള മനസ്സിലായോ? കാർന്നമാര് മുതൽ കൊടുത്തേക്കണ നെളിച്ചു എടോ അന്തസ് അന്തസ് തിന്നടോ. അറിയൊക്കെ